മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ആരാണ് ഈ മേഘനാഥൻ? അയാൾ എന്തുകൊണ്ട് എനിക്ക് കാണാൻ പറ്റാത്തത്? അവൻ സ്ത്രീ വിഷയത്തിൽ അത്ര പോരാ. ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവളുടെ പിന്നീന്ന് മാറത്തേയില്ല. നിരന്തരം ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. ഇയാള് തന്നെ. ആഹാ, ഇത് നമ്മുടെ മേഘനാഥൻ സാറല്ലേ? കുറച്ചു ദിവസത്തേക്ക് നിന്നോട് അകലം കാണിക്കും. അത് കഴിഞ്ഞ് വീണ്ടും അവൾ അടുത്ത് വരും. ആ അടുപ്പമുണ്ടല്ലോ, നിന്നെ വിട്ടുപിരിയാൻ പറ്റാത്തൊരു ബന്ധമായിട്ടങ്ങ് വളരും. സത്യടാ. ധൈര്യമായിട്ട് ഓഫീസിലേക്കും കണ്ണന്റെ ക്യാബിനിലേക്ക് ചെല്ല്. എടാ, ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ തമ്മിലാണല്ലോ കൂട്ട്. അതുകൊണ്ടാ അയാളെ കൊണ്ട് സാഗറിന് സാലറി തരാന്ന് വിചാരിച്ചത്. ഐശ്വര്യമുള്ള കയ്യാ. അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് സാഗറിന് നല്ല കാലമായിരിക്കും. അയാൾ ഇവിടെ വന്നതിൽ പിന്നെ എനിക്കും അങ്ങനെ തന്നെ. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. കമ്പനി നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അത് സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ചിന്തിച്ചപ്പോ അയാളുടെ കൈകൊണ്ട് തന്നെ സാഗറിന് സാലറി തരട്ടെ എന്ന് കരുതി. മേഘനാഥൻ സാറ് പറഞ്ഞത് ശരിയാ. ഇയാളോട് അവളൊന്നും പറഞ്ഞിട്ടില്ല. ദേ, സാഗർ പിന്നെ ഏതാണ്ടൊക്കെ ചിന്തിച്ചു. അല്ല, മേഡത്തെ ഇവിടെ ഒന്നും കണ്ടില്ല. അയാള് എന്തൊക്കെയോ പർച്ചേസ് ആയിട്ട് ഇറങ്ങിയതാ. അത് കഴിഞ്ഞിട്ട് വരത്തുള്ളൂ. ശരി സാർ. സാറിന് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ? ഏയ്, ഒന്നുമില്ല. ഓക്കെ സാർ. സാഗറെ, അല്ല, ഇന്നലെ സാഗറുമായിട്ടാണല്ലോ മഹാലക്ഷ്മി പുറത്തേക്ക് പോയത്. നിങ്ങളൊന്നിച്ച് ഭക്ഷണം കഴിച്ചെന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ഇന്നലെ മടങ്ങി വന്നപ്പോ അയാൾക്ക് എന്തൊക്കെയോ വിഷമമുള്ളതുപോലെ തോന്നി. ഇന്നലെ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നോ? ഏയ് ഇല്ല സാർ. ഇന്നലെ അയാൾ വീട്ടിൽ പോയിട്ടൊക്കെ വന്നത്. ആ സമയത്ത് സാഗർ ഇല്ലായിരുന്നു അല്ലേ? ഇല്ലായിരുന്നു സാർ. ഭക്ഷണം കഴിച്ചിട്ട് എന്നോട് ഇങ്ങോട്ട് പോന്നോളാൻ പറഞ്ഞു. അപ്പൊ പിന്നെ അയാൾ പറഞ്ഞു തന്നെ ആയിരിക്കും കാരണം. അയാൾ അയാളുടെ വീട്ടിൽ പോയിരുന്നു. അയാൾ അയാളുടെ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത മൂടാ. എന്ന് വെച്ചാ അതുപോലെ പാവ ഒരു അമ്മയാ എന്റെ അമ്മായിമ്മ. അതറിയാം സാർ. എന്നാ പിന്നെ സാഗർ വയ്ക്കും. എന്താ മാഡം, എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? ഹോസ്പിറ്റലിലേക്ക് വരാനിരുന്നതാ. അപ്പോഴാ സിസ്റ്റർ ഒന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞ്. ഞാൻ ഒരാളെ പറ്റി ഐഡന്റിഫൈ ചെയ്യാനാ വിളിച്ചത്. അന്ന് ആക്സിഡന്റ് ആയിട്ട് ഒരാൾ ഹോസ്പിറ്റലിൽ കിടന്നില്ലേ, ICUല്? അത് ഇയാളാണോന്നൊന്ന് നോക്കി പറയാവോ? അയ്യോ, ഇയാള് തന്നെയാ മേഘനാഥൻ. ആളിത്തിരി പൈങ്കിളിയാ. അടുത്ത് നിൽക്കുന്നവര് മാറിക്കഴിഞ്ഞാ ഞങ്ങൾ നഴ്സുമാരോടൊക്കെ അവശതയിലും ശൃംഗാരമായിരുന്നു. അതെ, അങ്ങനെ ഒരുത്തനാ ഇവൻ. അതുകൊണ്ടാ ഞാൻ അന്വേഷിക്കുന്ന ആൾ ഇവൻ തന്നെയാണോന്ന് തിരക്കിയത്. ആളിത് തന്നെ. പെൺവിഷയത്തിൽ ഇത്തിരി പെശകാണെന്ന് ഇയാളെ അറിയാവുന്ന നഴ്സുമാരൊക്കെ പറഞ്ഞായിരുന്നു. മാഡത്തിന് ഇയാളുടെ ശല്യം ഉണ്ടായിരുന്നോ? കുറച്ചൊക്കെ. എന്തായാലും നന്ദിയുണ്ട് വിവരം തന്നേന്. ശരി ശരി എന്നാ. ഇതുവരെ അവളൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാ. ഇനി അവള്
എനിക്ക് സാലറി തരാൻ പറയുമ്പോൾ എന്തെങ്കിലും പറയുമായിരിക്കും. ആ പ്രിയതമ എത്തിയോ? എല്ലാം വാങ്ങിച്ചോ? ഒരു പരിധി വരെ. തൻ്റെ കൂടെ മാർക്കറ്റിലേക്ക് എനിക്കും വരണമെന്നുണ്ട്. പിന്നെ ഈ വീൽ ചെയറായിട്ട് വന്നു കഴിഞ്ഞാൽ തനിക്ക് തന്നെ ആയിരിക്കും അത് ബുദ്ധിമുട്ട്. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ആ പിന്നെ കണ്ണേട്ടിന് സൈബർ സെല്ലിൽ പരിചയം ഉണ്ടാവുമല്ലോ. അവരെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാലേ മേഘേട്ടൻ എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. അവനോടുണ്ടെന്ന് ഇത്ര അത്യാവശ്യമായിട്ട് അറിയേണ്ട കാര്യം എന്താ? അതല്ല കണ്ണേട്ടാ, എനിക്ക് ഇതുവരെ ആളെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് കാണാനൊരാഗ്രഹം. അവൻ വീട്ടിൽ എത്തിയിട്ട് കാണാം. ആ ആളിപ്പോ വീട്ടിലുണ്ടെങ്കിലോ? അന്ന് ഞാൻ ചെന്നപ്പോ കണ്ണേട്ടന്റെ അമ്മായിയും സ്വാതിയും അയാൾ അവിടെ ഇല്ലാന്ന് കള്ളം പറയായിരുന്നു എന്നാ എനിക്ക് തോന്നിയത്. അതിന് സൈബർ സെല്ലിനെ കൂട്ടുപിടിക്കണോ? അവിടെ ആരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ അയാളുടെ ലൊക്കേഷൻ ഒന്ന് കണ്ടുപിടിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതത്ര വലിയ ആനക്കാര്യൊന്നുമല്ല. എനിക്ക് അവിടെ ഒരുപാട് പരിചയക്കാരുണ്ട്. എന്നാ പിന്നെ അതൊന്ന് നോക്ക്. ആള് വീട്ടിലുണ്ടായിട്ട് ഇല്ലാന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ കാരണം നമുക്കൊന്ന് അറിയണമല്ലോ. താൻ അതൊക്കെ വിട്ടിട്ട് ആ സാഗറിന് സാലറി കൊടുക്കാൻ നോക്ക്. അവൻ അതിനുവേണ്ടി കാത്തിരിക്കായിരിക്കും. ഞാൻ പറഞ്ഞു അവനോട് തന്റെ കൈ കൊണ്ട് ആദ്യ ശമ്പളം അവന് കൊടുക്കുന്നതെന്ന്. എന്തിനാ അങ്ങനെ പറഞ്ഞത്? കണ്ണേട്ടനല്ലേ കമ്പനിയുടെ MD. അങ്ങനെയുള്ളപ്പോ കണ്ണേട്ടനല്ലേ സാലറി കൊടുക്കേണ്ടത്? MD യുടെ ഭാര്യ കൊടുത്താൽ എന്താ കുഴപ്പം? വേണ്ട കണ്ണേട്ടാ. വേണ്ട, താനാണ് തീരുമാനിക്കുന്നത്. അപ്പൊ പിന്നെ എന്റെ വാക്കിനൊരു വിലയില്ലാതാവില്ലേ? ഞാൻ അവനോട് കുറച്ചു മുമ്പ് പറഞ്ഞതേ ഉള്ളൂ താൻ വന്നിട്ട് സാലറി കൊടുക്കാന്ന്. ഇനി അവനെ നിരാശനാക്കരുത്. അവനാണെങ്കിൽ തന്നെ ഒരു പെങ്ങളെ പോലെ കാണുന്നേ. എന്നാ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. ആ മേഘേട്ടന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ മറക്കല്ലേ. അത് കണ്ടുപിടിച്ചെന്ന് കരുതിക്കോ. ശരി കണ്ണേട്ടാ. എന്താ മാഡം വിളിപ്പിച്ചത്? നടന്നതൊന്നും ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞിട്ടില്ല. ഞാൻ കാരണം എന്തിനാ ഒരുത്തന്റെ പണി കളയിക്കുന്നതെന്ന് തോന്നി. മേലിൽ ഇത് ആവർത്തിക്കരുത്. ഇനി ഒരിക്കലും നിന്റെ നാവിന്ന് അത്തരം സംസാരങ്ങൾ ഉണ്ടാവരുത്. എനിക്കൊരു ഭർത്താവ് ഉണ്ടെന്നും അദ്ദേഹമാണ് ഈ കമ്പനിയുടെ MD എന്നുള്ള ബോധം നിനക്ക് വേണം. ശരി മാഡം. പിന്നെ ഞാൻ നിന്നെ വിളിപ്പിച്ചതേ നീ ഇവിടെ ജോയിൻ ചെയ്തിട്ട് 1 മാസമായി. സാലറി തരാനാ. ആദ്യ സാലറി ആയതുകൊണ്ടാ ഇങ്ങനെ ക്യാഷ് ആയിട്ട് തരുന്നേ. ഇനി അക്കൗണ്ടിലേക്ക് പണം വരത്തേ ഉള്ളൂ. ശരി മാഡം. കൂടുതൽ പ്രകടനമൊന്നും വേണ്ട. കരണത്തടിക്കേണ്ട കൈയുണ്ടാ ഞാനിപ്പോ ഈ പണം തന്നിരിക്കുന്നത്. അതിന് കമ്പനിയോട് കൂറ് കാണിച്ചാ മതി. സത്യസന്ധമായിട്ട് നീ നിന്റെ ജോലി ചെയ്താൽ മതി. അതിനപ്പുറം ഡ്രൈവറായിട്ട് കുറച്ചു ദിവസം കൂട്ടിക്കൊണ്ട് നടന്നെങ്കിൽ അതിനുള്ള പണം അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും വേണ്ടായിരുന്നു മാഡം. ഞാനൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല മാഡത്തിന് കൂട്ടുവന്നത്. പ്രതീക്ഷിച്ചോണ്ടല്ല കൂട്ടിന് വന്നത്. എന്റെ കല്യാണം കഴിഞ്ഞ ശേഷം കണ്ണേട്ടിനോട് പറയാത്തതായിട്ട് എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല. പക്ഷെ ഇത് മാത്രം ഞാൻ പറഞ്ഞില്ല. നീ എന്റെ കാല് പിടിച്ചതുകൊണ്ട്. അതൊരു വലിയ തെറ്റായിട്ട് എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഇനി നീ വാല് പൊക്കിയാ ഞാൻ നിനക്ക് മാപ്പ് തരില്ല. ജീവിതത്തില് തെറ്റുപറ്റാത്ത മനുഷ്യരില്ലല്ലോ മാഡം. ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഒരാണ് പെണ്ണിനെ സ്നേഹിക്കുന്നത്. ഞാൻ വിവാഹം കഴിക്കാത്ത പെണ്ണല്ലടാ. അന്തസ്സുള്ള തലയെടുപ്പുള്ള ഒരാണിന്റെ ഭാര്യ.
അദ്ദേഹത്തെ ആരാധിക്കുന്ന ഭാര്യ. അതിനിടയിലേക്ക് നിനക്കെന്നല്ല ആർക്കും നുഴഞ്ഞു കയറാനാവില്ല. അന്നത്തെ സംഭവത്തിന് ശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല മാഡം. നമ്മൾ പോവാറുള്ള അമ്പലത്തിൽ പോയി ഒരുപാട് തവണ ഗണപതിയുടെ മുന്നിൽ. വേണ്ട, ഇതുപോലെ സിമ്പതി ഉണ്ടാക്കുന്ന രീതിയിൽ നീ ഒരുപാട് സംസാരിച്ചതാ. നിന്നെ പോലെയുള്ള കുറുക്കന്മാര് ഇതല്ല ഇതിനപ്പുറവും പറയും. വിവാഹത്തിന് മുമ്പ് ഒരുത്ത മോശമായി പെരുമാറിയപ്പോ അവന്റെ കരണത്തടിച്ചാ ഞാൻ മറുപടി കൊടുത്തത്. പിന്നെ വിവാഹശേഷം നിന്റെയൊക്കെ തൊലിവെളുപ്പിൽ ഞാനങ്ങ് മയങ്ങി വീഴുന്നു കരുതിയോ? ദേ, അധികം നീ എന്റെ അരികിലേക്ക് വരരുത്. നിന്നെ കാണുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാ അന്നത്തെ ആ സംഭവത്തിന് ശേഷം വെറുത്തുപോയി നിന്നെ ഞാൻ. അതുകൊണ്ട് ഈ സ്ഥാപനത്തിൽ നിന്ന് നീ പോയാലും എനിക്ക് ഒരു കുഴപ്പമില്ല. പൊക്കോ. ഹലോ. അതെ, സാഗറിന് ശമ്പളം കൊടുത്തെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ശരി. അയാൾക്ക് ദൈവികമായ സിദ്ധിയുണ്ടെന്ന് പറയുന്നത് ശരിയാ. ഒരു കാര്യം തർപ്പിച്ച് പറഞ്ഞ അത് 100% സത്യമായിരിക്കും. എന്താ കണ്ണേട്ടാ? ഇരിക്കടാ. ശമ്പളം കൊടുത്തപ്പോ സാഗറിന് സന്തോഷമായോ? ആ, സന്തോഷായി. എന്നിട്ട് തന്റെ മുഖത്തൊരു നിരാശയാണല്ലോ. എനിക്കെന്തിനാ നിരാശ? അപ്പോഴേ താൻ പറഞ്ഞ സത്യ. സൈബർ സെല്ലിൽ നിന്ന് എന്റെ സുഹൃത്ത് വിളിച്ചിരുന്നു. അവനിപ്പോ അവിടെ തന്നെ ഉണ്ട്, മേഘൻ, അവന്റെ വീട്ടില്. ഞാൻ പറഞ്ഞില്ലേ അവിടെ കാണുന്നു. അതുകൊണ്ട് തന്റെ മുമ്പ് ഞാൻ തോറ്റുപോയടോ. ഇനിയിപ്പോ സമയം കളയണ്ട, പറയാതെ തന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ? നമുക്ക് ഒരുമിച്ച് പോണോ? എനിക്കല്ലല്ലോ, എന്നെക്കാൾ കൂടുതൽ തനിക്കല്ലേ അവനെ കാണണ്ടേ? ആദ്യം ഞാൻ പുറത്തു നിന്നോളാം. ഞാനുണ്ടെന്ന് പറഞ്ഞാലേ അയാൾ വെളിയിലേക്ക് വരില്ല. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ കള്ളങ്ങളൊക്കെ പറയുന്നത്. തന്നെ അവൻ കണ്ടാൽ എന്താ കുഴപ്പം? എന്നെ കണ്ടാ കുഴപ്പമില്ല. പക്ഷേ എന്നെ കാണാൻ അയാൾ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. എന്നെ ഇത്രയും ദിവസമായി ഞാൻ അയാളെ പറ്റി ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കുക. എന്നിട്ട് കണ്ണേട്ടൻ അയാളുടെ ഒരു ഫോട്ടോ എങ്കിലും കാണിക്കാൻ തോന്നിയോ? താനവന്റെ ഫോട്ടോ പോലും കണ്ടിട്ടില്ലേ? ഇല്ല. നമ്മുടെ ആൽബത്തിലൊക്കെ നോക്കി, അതിലൊന്നും അയാളില്ല. പറഞ്ഞ പോലെ ശരിയാണല്ലോ. അതേപറ്റി മഞ്ജുവും പറഞ്ഞായിരുന്നല്ലോ. അവനെന്താ ഫോട്ടോയ്ക്കൊന്നും പോസ് ചെയ്തില്ലേ? എങ്ങനെ പോസ് ചെയ്യും? എന്നെ കണ്ടപ്പോ തന്നെ അവന്റെ ജീവൻ പോയി കാണും. താനെന്തെങ്ങനെ ആലോചിക്കുന്നേ? അല്ല, എനിക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ അയാൾക്ക് താല്പര്യം കാണില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും നിൽക്കാത്തത്. എന്നാൽ ഇന്ന് ഒരു സെൽഫിയൊക്കെ എടുത്തിട്ടേ നമ്മൾ അവിടുന്ന് മടങ്ങുന്നുള്ളൂ. ഫോട്ടോ ചോദിച്ചല്ലേ, ഞാൻ നോക്കട്ടെ. ഇതിനകത്ത് ഒരുപാട് ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം ഡിലീറ്റ് ആയി പോയി. കണ്ണേട്ടനറിയാതെ കണ്ണേട്ടന്റെ മൊബൈൽ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ഏയ്, അതിനുള്ള ധൈര്യം ആർക്കുമില്ല. പിന്നെ എങ്ങനെ ഡിലീറ്റ് ആയി പോയത്? അതാ ഞാനും ആലോചിക്കുന്നേ. ഇതാണ് ആള്. ആളെ കണ്ടാൽ അറിയാം വില്ലനാണെന്ന്, അല്ലേ? പിന്നെ ഒരു വില്ലന്റെ എല്ലാ ലക്ഷണവും ഉണ്ട്. എന്നാ ഈ വില്ലനെ നമ്മളിന്ന് കാണും. താൻ പറഞ്ഞ പോലെ ഇനിയിപ്പോ തന്നെ കണ്ട പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ ഞാൻ അവനെ കണ്ട ശേഷം താൻ അകത്തേക്ക് വന്നാൽ മതി. എന്താ? അത് മതി കണ്ണേട്ടാ. എന്തായാലും ഇന്ന് നമ്മൾ അയാളെ കണ്ടിട്ടേ പോരുന്നുള്ളൂ. ആക്സിഡന്റ് പരിക്ക് പറ്റി കിടക്കുന്നുണ്ട്. അയാൾ ഇന്ന് എവിടേക്കും പോവില്ല എന്ന് ഉറപ്പിക്കാം.
പോയാലും അവന്റെ നമ്പർ ട്രേസ് ചെയ്ത് അവനെ പിടിച്ചിരിക്കും. ഈ രീതിയിൽ ഇങ്ങനെ മുങ്ങി നടക്കുന്ന ഒരുത്തനെ ബന്ധുവായി കാണാൻ എനിക്ക് പറ്റില്ല. അങ്ങനെയെങ്കിൽ ഈ ഒരൊറ്റ കാരണം കൊണ്ട് എന്റെ പെങ്ങളെ അവന് കൊടുക്കില്ല. എന്റെ കമ്പനിയിലെ ജോലിയും ഇതോടെ അവസാനിക്കും. നമുക്കേ നമ്മുടെ സാഗറിനെ കൂട്ടി പോയാലോ? അയ്യോ വേണ്ട കണ്ണേട്ടാ, അയാൾക്കിന്ന് ശമ്പളം കിട്ടിയതല്ലേ, എന്തെങ്കിലുമൊക്കെ പർച്ചേസും കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ എന്തിനാ അയാളെ ബുദ്ധിമുട്ടിക്കുന്നേ? എന്നാ പിന്നെ ഡ്രൈവറെ കൂട്ടി പോ. സാഗറിനോടുള്ള ഒരു താല്പര്യം ഇപ്പൊ കുറഞ്ഞോ? അല്ലെങ്കിൽ സാഗറിന്റെ പേര് പറഞ്ഞ ആയിക്കോട്ടെ എന്ന് പറയുന്നതാണല്ലോ. അങ്ങനെയൊന്നുമില്ല കണ്ണേട്ടാ, അയാൾ ഈ കമ്പനിയിലെ സ്റ്റാഫാ. എന്തിനും ഏതിനും അയാളെ കൂടെ കൂട്ടുന്നത് ശരിയല്ല. എന്നപ്പോ ശരി. കണ്ണേട്ടനോ? വാ. മേഘനോടുണ്ടല്ലോ, പിന്നെന്തിനാ ഇല്ലെന്ന് അവൻ കള്ളം പറയുന്നേ? മഹാലക്ഷ്മി വരുമ്പോഴൊക്കെ അവൻ അവക്ക് മുഖം കൊടുക്കുന്നില്ല. ഇനി എന്നെ കാണാനും അവന് ബുദ്ധിമുട്ടുണ്ടോ? അതുകൊണ്ട് ഞാൻ വരുമ്പോഴും അവനിവിടെ ഇല്ലാന്ന് പറയണമെന്ന് നിങ്ങളെയൊക്കെ ചട്ടം കിട്ടിയിട്ടുണ്ടോ? ഏയ് അങ്ങനെയൊന്നുമില്ല മോനെ. എന്നാ പിന്നെ നീ പോയി അവനെ വിളിക്ക്. ഞാൻ കാണാനായിട്ട് വന്നിട്ടുണ്ടെന്ന് പറ. അതെന്തിനാ അമ്മയും മോള് മുഖത്തോട് മുഖം നോക്കുന്നേ? ഇതിനു മുമ്പ് ഞാനിവിടെ വരുമ്പോ ആദ്യം ഓടി ഇറങ്ങി വരുന്നത് അവനായിരുന്നല്ലോ. എന്റെ കല്യാണശേഷം ഞാൻ പോലും അവനെ ശരിക്കും കണ്ടിട്ടില്ല. എന്തിനാ അവനിങ്ങനെ മുങ്ങി നടക്കുന്നതെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടുമില്ല. മുറിവൊക്കെ കരിഞ്ഞിട്ട് അവൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. ഈ മുറിവൊക്കെ ഉണ്ടായത് ഇപ്പോഴല്ലേ? അതിനും പാവം വന്നോ? പിന്നെ എനിക്ക് വരേണ്ട അപകടം അത് അവന് വന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അതുകൊണ്ടാ അവന്റെ ഇപ്പോഴത്തെ സ്വഭാവത്തിൽ ഞാൻ കൂടുതൽ വിമർശിക്കാത്തത്. കഴിഞ്ഞൊരു ദിവസം മഹാലക്ഷ്മിയോട് വന്നിരുന്നല്ലോ. അന്ന് അവനിവിടെ ഉണ്ടായിട്ടും അവനെ കാണാൻ നിങ്ങൾ ആരും അനുവദിച്ചില്ലല്ലോ. അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നതുമില്ല. അയ്യോ കണ്ണേട്ടാ, അന്ന് മേഘേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടോ മേഘേട്ടൻ വന്നത്. അതെ മോനെ. ആയിക്കോട്ടെ, ഇന്നേതായാലും അവനെ കണ്ടിട്ട് എനിക്ക് പോവാല്ലോ. അവനെ വിളിക്കും മോളെ. അവ മാത്രമല്ല, എനിക്കൊരു ഭാര്യ വന്ന ശേഷം അമ്മായിയും പഴയ പോലെ അങ്ങോട്ടൊന്നും വരുന്നില്ല. ഒട്ടും വരുന്നില്ല എന്ന് വേണമെങ്കിലും പറയാം. അയ്യോ ഒന്നിന് സമയം കിട്ടുന്നില്ല മോനെ. ബാക്കിയുള്ളവരൊക്കെ സമയം എങ്ങനെ കളയണമെന്ന് പറഞ്ഞ് നടക്കുവാണല്ലോ. അമ്മാവനാ ഈ ബന്ധം കൊണ്ടുവന്നത്. എന്നിട്ടിപ്പോ ആ അമ്മാവനും അബദ്ധം പറ്റിയ പോലെ നടപ്പ്. അതെ, ഒന്ന് വാ. മേഘേട്ടനെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട്. ആരടി? കണ്ണേട്ടൻ. കണ്ണ് മാത്രമേ ഉള്ളൂ? അല്ല, പിന്നെ കണ്ണേട്ടന്റെ ഡ്രൈവറും ഉണ്ട്. എടി, ഡ്രൈവർ ഇല്ലാതെ അവന് വണ്ടി ഓടിച്ചിവിടെ വരാൻ പറ്റില്ലല്ലോ. ഇത് അവന്റെ കൂടെ അവന്റെ കെട്ടിയോളം ഉണ്ടോന്നാ ഞാൻ ചോദിച്ചത്. ഇല്ല, കണ്ണേട്ടൻ ഒറ്റയ്ക്കാ വന്നത്. എന്നാ കുഴപ്പമില്ല. അല്ല, അവളുണ്ടായ എന്താ കുഴപ്പം? എടി, അത് ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് അവളെ കാണുന്ന തന്നെ ദേഷ്യ. അതെ, അവള് ശരിക്കും വന്നിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, കണ്ണേട്ടൻ ഒറ്റയ്ക്കാ വന്നേക്കുന്നേ. അവനെന്തിനാ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത്? ഞാൻ അവനോട് പറഞ്ഞാണല്ലോ ഞാനൊരു ആയുർവേദ റിസോർട്ടിൽ കിടക്കുകയാണെന്ന്.
ഞാൻ പൂവാറിലുള്ള ആയുർവേദ റിസോർട്ടിലാണെന്നാണല്ലോ പറഞ്ഞത്. ഇടി, ഞാൻ അവനോട് പൂവാറിലുള്ള ആയുർവേദ റിസോർട്ടിലാണെന്നാ പറഞ്ഞത്. എന്നിട്ട് പിന്നെ അവൻ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താ? മേഘേട്ടൻ ഇവിടെ ഉണ്ടെന്ന് കണ്ണേട്ടൻ അറിഞ്ഞു കാണും. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഞാൻ കള്ളം പറഞ്ഞെന്നായിരിക്കുമല്ലോ അവൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിലും ചേട്ടൻ കള്ളം പറയുമെന്ന് കണ്ണേട്ടന് നന്നായിട്ട് അറിയാം. ഞങ്ങളെക്കാളും കണ്ണേട്ടൻ മേഘേട്ടനെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്ക് അങ്ങോട്ട് വരാൻ നോക്ക്. വാ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതെ നടന്നവനെ എന്റെ ബിസിനസ് സ്ഥാപനങ്ങളുടെ തലപ്പത്ത് കൊണ്ടുവന്നത് ഞാനാ. ഉണ്ണിക്കൊപ്പം തന്നെ അവനും ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോ അവൻ എന്നോട് മാത്രമല്ല എന്റെ ഭാര്യയോടും നന്ദി സ്നേഹമുള്ളവനായിരിക്കണം. ഒന്നുമില്ലെങ്കിലും നാളെ എന്റെ പെങ്ങൾ അവൻ കൊടുക്കേണ്ടതല്ലേ? മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.